ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നീഷ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒഴിവാക്കാറുള്ള പഴയ സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഒരുപാട് ഐറ്റം സംഗതികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു ഐറ്റമാണ് ഒരു പഴയ ഫ്ലഷ് ടാങ്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കിടിലൻ അക്വേറിയം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ഫ്ലഷ് ടാങ്കിൻ്റെ ഔട്ട്പുട്ട് പൈപ്പിന് ഒരു എൻഡ് ഗ്യാപ്പ് വെച്ച് അടച്ചതിന് ശേഷം അതിൽ നമുക്ക് മീനിട്ട് വളർത്താവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉൾവശം കാണണമെന്നുണ്ടെങ്കിൽ പുറമേ നമ്മളൊരു ഗ്ലാസ് എന്തെങ്കിലും ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് ഉപയോഗിക്കുന്ന ഒരു അക്രിലിക് ഷീറ്റിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിനെ നമ്മൾ ഒരു ആവശ്യത്തിനുള്ള ലെങ്ത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഇതിനുണ്ട്, അതും ഒന്ന് അടച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അക്രിലിക്കിൻ്റെ ഷീറ്റിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിനകത്തുള്ള ആവശ്യമില്ലാത്ത, നമുക്ക് അക്വേറിയമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയും വേണം. ആദ്യം ഈ അക്രിലിക് ഷീറ്റിനെ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിൽ വെക്കാൻ പാകത്തിനായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഈ ഫ്ലഷ് ടാങ്കിൻ്റെ മേലെ ഈ അക്രിലിക്കിൻ്റെ ഷീറ്റ് വെച്ച് നമ്മൾ ഫ്ലഷ് ടാങ്കിലൊന്ന് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വീതം ഓരോ സൈഡിൽ നിന്നും കുറച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അക്രിലിക് ഷീറ്റിനെ നമ്മൾ ഫ്ലഷ് ടാങ്കിലായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 4 സൈഡിലും ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഹോളിലൂടെ സൈക്കിൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് നിർത്തുന്നത്. കൂടാതെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സിലിക്കോണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്ക്രൂ ചെയ്യാനുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ അക്രിലിക് ഷീറ്റിനെയും അതുപോലെ ഈ ഫ്ലഷ് ടാങ്കിനെയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സോപ്പ്, മണ്ണെണ്ണ അങ്ങനത്തെ കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഔട്ട്പുട്ട് പൈപ്പിൻ്റെ ഉൾവശം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഔട്ട്പുട്ട് പൈപ്പിനെ ഒന്ന് ഊരിയെടുക്കണം. അതിനെ വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഷെല്ലാക്ക് ത്രെഡ് ടാപ്പ് ഒന്നും ചുറ്റി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. 2 സൈഡിലും റബ്ബർ വാഷർ ഉള്ളത് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലായിട്ട് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഷീറ്റിനെ ഫ്ലഷ് ടാങ്കിലായിട്ട് സൈക്കിൾ സ്ക്രൂ ഇട്ടിട്ടാണ് ഉറപ്പിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ സൈക്കിൾ സ്ക്രൂ ആണ് ഇടുന്നത്. 1 ഇഞ്ചിൻ്റെ സൈക്കിൾ സ്ക്രൂ ആകുമ്പോൾ അല്പം അകത്തേക്ക് തള്ളി നിൽക്കും. ഈ അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നമ്മളൊന്ന് ഗ്രൈൻഡർ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സിലിക്കോൺ എടുത്തിട്ട് അകത്തുനിന്നും പുറത്തുനിന്നും നന്നായിട്ട് സിലിക്കോൺ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 1.5 ഇഞ്ചിൻ്റെ ത്രെഡഡ് എൻഡ് ക്യാപ്പ് എടുക്കാം. ശേഷം നമ്മൾ ത്രെഡ് സീൽ ടാപ്പ് ചുറ്റി ഈ ഔട്ട്പുട്ട് പൈപ്പിനെ അടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിനകത്തേക്ക് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ എമർജൻസിയുടെ പൊട്ടിപ്പോയ ഒരു LED ആണ് എടുക്കുന്നത്. അതിനെ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിലുള്ള അടപ്പിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫ്ലഷ് ടാങ്കിൻ്റെ മുകളിലുള്ള മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കേസിനെ ആദ്യം ഊരി വെച്ചതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യുന്നത് സൈഡിലായിട്ട് 2 പ്ലാസ്റ്റിക്കിൻ്റെ ആണി കൊണ്ടാണ് ഇത് ഇവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്. അതിനുശേഷം ഈ ഫ്ലഷ് ടാങ്കിനെ നമുക്ക് ഉറപ്പിച്ച് നിർത്താം. അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം എൻ്റെ വർക്ക് ചെയ്യുന്ന ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഉറപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ചുമരിൻ്റെ നമുക്ക് സൗകര്യമുള്ളൊരു സ്ഥലത്ത് സ്ക്രൂ ഫിക്സ് അടിച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് നിർത്താവുന്നതുമാണ്. അതിനുശേഷം നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് ഈ സിലിക്കോൺ ഇട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ ഇതിലേക്ക് മീനുകളെ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മീനുകൾ ചിലപ്പോൾ പെട്ടെന്ന് ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോയിൽ കാണാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റിയലായിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെ പഴയ ഫ്ലഷ് ടാങ്ക് കയ്യിലുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.